അഞ്ചലിൽ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ജനുവരിയിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറും. 63 കുടുംബങ്ങൾക്കായാണ് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത്. ഫ്ളാറ്റ് നിർമ്മാണം മുടങ്ങിയതിനെ തുടർന്ന് MLA വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് ജനുവരിയിൽ ഫ്ളാറ്റ് സമുച്ചയം ഗുണഭോക്താക്കൾക്ക് കൈമാറാൻ തീരുമാനിച്ചത്. 2021 അഞ്ചൽ തഴമേലിൽ 7 നിലകളിലായി ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. തെരഞ്ഞെടുത്ത 63 കുടുംബങ്ങൾക്കാണ് ഇവിടെ താമസ സൗകര്യം ഒരുക്കുക. സാങ്കേതിക കാരണങ്ങളാൽ ഫ്ളാറ്റ് നിർമ്മാണം മുടങ്ങിയ വിവരം അജയപ്രസാദ് MLA ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്ളാറ്റിന്റെ നിർമ്മാണം ജനുവരിയിൽ പൂർത്തീകരിച്ച് ഉപഭോക്താക്കൾക്ക് കൈമാറാൻ ധാരണയായത്. ഫ്ളാറ്റ് സമുച്ചയത്തിൽ MLAയും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്ദർശനം നടത്തി. 2021 കാലഘട്ടത്തിലാണ് ലൈഫിന്റെ ഭവന പദ്ധതി ആരംഭിച്ചത്. അത് അഞ്ചൽ പഞ്ചായത്തിൽ ഈ തഴമേല് ഇവിടെ സ്ഥലമെടുത്തു. ഈ സ്ഥലത്ത് ലൈഫിന്റെ വീട് പണി ആരംഭിച്ചതാണ്. ഗവൺമെന്റ് വെച്ച് പണി ആരംഭിച്ചു. എന്നാൽ പല സാങ്കേതിക കാരണങ്ങളാൽ കുറച്ച് നീണ്ടുപോയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് മെമ്പറടക്കം അവരെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിൽ യോഗം വിളിച്ചിരുന്നു. യോഗം വിളിച്ച് ഇതിന്റെ ഒരു അവലോകനം നടത്തിയപ്പോൾ പണി നടന്നു വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു. എന്നാൽ ഇന്ന് അതിന്റെ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യോഗം പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നു. ആ യോഗത്തിന്റെ തീരുമാനപ്രകാരം ഈ ഡിസംബർ മാസം 2026 ഡിസംബർ മാസം 31-നകം ഇതിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് 2027 ജനുവരി ആദ്യം ഇതിന്റെ താക്കോൽദാനം കൊടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ ക്രമപ്പെടുത്താമെന്നുള്ള നിലയിലാണ് പറഞ്ഞത്. 2 കിടക്കകൾ, ഒരു അടുക്കള, ബാത്റൂം, ബാൽക്കണി എന്നീ സൗകര്യങ്ങളോട് കൂടിയാണ് കുടുംബത്തിന് ഫ്ളാറ്റ് ലഭ്യമാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാജിമോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം T അജയൻ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BS ഷിജു, ലൈഫ് മിഷൻ സ്റ്റേറ്റ് ഓഫീസർ ജയലക്ഷ്മി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ലിഫ്റ്റ് സൗകര്യത്തോടെ 7 നിലയിലുള്ള ഫ്ളാറ്റിന് 7,49,00,000 രൂപയാണ് വിനിയോഗിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.